എത്ര വലിയ സങ്കടങ്ങളും മറക്കാൻ ഒരു യാത്രയ്ക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കിയ ദിവസമായിരുന്നു കടന്നുപോയത്. 3 മാസങ്ങൾക്ക് ശേഷം ജോലിയുടെ ആവശ്യമായി ഞാൻ വീണ്ടും നോർത്ത് ഇന്ത്യയിലേക്ക് പോവുകയാണ്. എല്ലാ തവണയും ഞാൻ യാത്ര തുടങ്ങുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. കാരണം പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാനും പുതിയ ആളുകളെ പരിചയപ്പെടുന്നതും ഒക്കെ എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഇത്തവണ മാത്രം വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ യാത്ര തുടങ്ങുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ അൻവിക്കുട്ടനെ പിരിഞ്ഞിരിക്കണമല്ലോ എന്ന് ഓർത്തിട്ടാണ് ആ ഒരു സങ്കടം. അവന്റെ കളിയും ചിരിയും അവനെ എടുത്തുകൊണ്ട് നടക്കുന്നതുമെല്ലാം ഞാൻ ഒരുപാട് മിസ് ചെയ്യുമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു. എന്നാലും പോകാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ എല്ലാ തവണത്തെയും പോലെ പതിവ് തെറ്റിക്കാതെ എന്റെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സുട്ടു എന്നെയും കൂട്ടി പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. എന്നാൽ ഇത്തവണ ഞങ്ങളുടെ കൂടെ അൻവിക്കുട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് ഞാൻ യാത്രയ്ക്കായി ഇറങ്ങി. ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഒരാളുടെ ജീവിതത്തിലും അയാളുടെ ഇമോഷനിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കിയ നിമിഷമായിരുന്നു അത്. അതുവരെ എന്റെ ജീവിതത്തിൽ തോന്നാത്ത സങ്കടവും ഉള്ളിലൊതുക്കി നമ്മുടെ സ്വന്തം KSRTCയിൽ നേരെ വൈറ്റിലയിലേക്ക്. അവിടെ എന്നെയും കാത്ത് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. ഇതിനു മുമ്പൊക്കെയുള്ള എന്റെ നോർത്ത് ഇന്ത്യൻസ് വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് ഇദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും പറയാം, ഇതാണ് നമ്മുടെ സ്വന്തം കിരൺ ബ്രോ. എന്നാൽ ഇത്തവണത്തെ എന്റെ യാത്രയിൽ കിരൺ ബ്രോ മാത്രമല്ല, വേറെ 3 പേർ കൂടിയുണ്ട്. ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രയും ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളൊക്കെ വരും വീഡിയോസിൽ കാണാം.